സെസ്സും യൂസർ ഫീസും നടപ്പാക്കുമ്പോൾ ജനവികാരം എതിരാകാതെ ശ്രദ്ധിക്കണമെന്ന് വികസന രേഖയുടെ ചർച്ചയിൽ പ്രതിനിധികൾ. ഇക്കാര്യങ്ങൾ പാർട്ടി ലൈനിന് ചേരുന്നതാണോ എന്ന പരിശോധന വേണമെന്നും അഭിപ്രായം ഉയർന്നു. ആശങ്കകൾ ഉയർത്തിയെങ്കിലും വികസന രേഖയെ CPIM പ്രതിനിധി സമ്മേളനം പൊതുവിൽ സ്വാഗതം ചെയ്തു. ജനവിരുദ്ധമായ ഒരു കാര്യവും നടപ്പാക്കില്ല എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിശദീകരണം. ജനവിരുദ്ധമാവുന്ന ഒരു സമീപനവും ഞങ്ങൾ സ്വീകരിക്കില്ല. കേരളത്തിലെ അടിസ്ഥാന വർഗ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഫലപ്രദമായി ഈ സന്ദർഭത്തിലും കൈകാര്യം ചെയ്യപ്പെടുമെന്നുള്ളതിന് ഗ്യാരണ്ടി ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രതിനിധി സഖാക്കളുടെ ഊന്നൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നവകേരളത്തെ നയിക്കാൻ പുതുവഴികളെന്ന രേഖയ്ക്ക് ലഭിച്ചത് പ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ. എന്നാൽ ഉന്നയിച്ച ആശങ്കകൾ അതിഗൗരവകരവും. CPIMന്റെ നയങ്ങളോടും ആശയങ്ങളോടും ചേർന്നു നിൽക്കുന്നതാണോ രേഖ? ആളുകളിൽ നിന്ന് ഫീസ് ഈടാക്കി സേവനം നൽകുന്നത് പാർട്ടി ലൈനാണോ എന്നീ ചോദ്യങ്ങളാണ് കോഴിക്കോട് നിന്നുള്ള KT കുഞ്ഞിക്കണ്ണൻ ഉന്നയിച്ചത്. പൊതുമേഖലയിലെ സ്വകാര്യവൽക്കരണം തിരിച്ചടി ഉണ്ടാക്കുമോ എന്ന ആശങ്കയും പ്രതിനിധികൾ ഉന്നയിച്ചു. രേഖയ്ക്ക് വൻ സ്വീകാര്യതയാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധി സംഘങ്ങളിൽ നിന്ന് ഉണ്ടായത്. കേന്ദ്രം കേരളത്തെ ക്രൂരമായി അവഗണിക്കുമ്പോൾ നവകേരള നിർമ്മാണത്തിന് പുതുവഴികൾ കണ്ടെത്താനുള്ള പ്രഖ്യാപനമായാണ് സഖാക്കൾ ഈ രേഖയെ കണ്ടത്. നവകേരള നിർമ്മാണം സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന കാര്യം സഖാക്കൾ ചൂണ്ടിക്കാണിച്ചു. സെസ്സും യൂസർ ഫീസും ഏർപ്പെടുത്തുന്നത് സാധാരണ ജനങ്ങളെ ബാധിക്കില്ലെന്ന് പാർട്ടി മുഖപത്രത്തിലെഴുതിയ ലേഖനത്തിൽ MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. നാളെ മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം വികസനരേഖ സമ്മേളനം പാസാക്കും. ഇടതുമുന്നണിയുടെ അംഗീകാരം വാങ്ങിയ ശേഷം നിർദ്ദേശങ്ങൾ സർക്കാരിന് കൈമാറും. ന്യൂസ് മലയാളം, കൊല്ലം.